മോർണിംഗ് ടു ഓൾ. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ വിർച്വൽ അസംബ്ലി എല്ലാം ഇന്നലെ കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് തുടങ്ങുകയാണ്. എയും ബിയും പിന്നീട് പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് 9C വിർച്വൽ അസംബ്ലി നടത്താം. എല്ലാവർക്കും നമ്മുടെ 9C അസംബ്ലിയിലേക്ക് സ്വാഗതം. Good morning to one and all. As we all know that we are facing the toughest time in our life, the pandemic of corona, and hope we will recover it very soon. Today, I thank our beloved HM, Ambali teacher, for giving us the concept of virtual assembly. I and my students of 9C are conducting the virtual assembly. I welcome you all for the assembly. Thank you. To one and all, myself Nabil Shaji. Today, we the students of class 9C along with our class teacher Rani Miss for conducting the school assembly. Today, we cannot go to our school and we cannot study in our classes and we cannot join our assembly in our school because due to the pandemic of COVID-19 situation. And we should thank our respective headmistress and our respective class teachers for conducting this virtual assembly. So we can start our school assembly to join our school prayer. And I would like to invite my friend Fatima Shifana to start the school prayer. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നീ ഭവാത്തിക്ക് ഒരാഭിപൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായെനിക്ക് സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഗോതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻ മഹസ ആഴിയിൽ ഞങ്ങളാകവേ വാഴണം നിത്യം വാഴണം സുഖം. One knows the pledge is a formal promise or agreement in everywhere. So we can take next pledge. So I would like to invite my friend Fatilishmi to take pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of it. Rich and varied hurters, I shall always try to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people I pledge my devotion. In there will be prosperities along my happiness. Jai Hind. I would like to invite my friend Shifa Shaji for saying the thought of the day. Welcome Shifa Shaji. Good morning to all. I am Shifa from 9C. Today's thought of the day. Let us always meet each other with a smile, for the smile is the beginning of love. Mother Teresa. Try not to become a person of success, but rather try to become a person of value. Albert Einstein. Education is the ability to listen almost anything without losing your temper or your self-confidence. Robert Frost. Thank you. I would like to invite Adira Raj for reading today's news. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 9Cയിൽ നിന്നും ആതിര രാജ്. പ്രധാന വാർത്തകൾ.
സന്താന ഭാഗ്യത്തിന് പെൺകുട്ടിയുടെ കരൾ ചൂഴ്ന്നെടുത്ത് ഭക്ഷിച്ചു. ബൈഡനെ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി. മഴ, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കായികം. 2022 അണ്ടർ-17 വനിതാ ലോകകപ്പ് ഇന്ത്യയിൽ. വാർത്തകൾ വിശദമായി. സന്താന ഭാഗ്യത്തിന് പെൺകുട്ടിയുടെ കരൾ ചൂഴ്ന്നെടുത്ത് ഭക്ഷിച്ചു. ലക്നൗ. പെൺകുട്ടിയുടെ കരൾ ഭക്ഷിച്ചാൽ കുഞ്ഞു ജനിക്കുമെന്ന് വിശ്വസിച്ച് ഉത്തർപ്രദേശിൽ 7 വയസ്സുകാരിയെ കൊലപ്പെടുത്തി കരൾ ചൂഴ്ന്നെടുത്തു. 1500 രൂപ പ്രതിഫലം വാങ്ങി കൊടും ക്രൂരത കാട്ടിയ പ്രതികൾ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷമാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. മഴ, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇന്ന് വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബൈഡനെ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി. നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡനെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യൻ-US സഹകരണം ദൃഢമാക്കുന്നതിനെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ പരാമർശിച്ചതായി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. കായികം. 2022 അണ്ടർ-17 വനിതാ ലോകകപ്പ് ഇന്ത്യയിൽ. കോവിഡ് മൂലം 2021 മാറ്റിയ ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പ് റദ്ദാക്കി. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. Next, I would like to express today's importance of the day. Today is a special day, that is today, International Men's Day. International Men's Day is an annual international event celebrated on the 19th of November. The objectives of celebrating an International Men's Day are set out in the 6 pillars of International Men's Day. It is an occasion to celebrate boys' and men's achievements and contributions, in particular for their contributions to nation, society, community, family, marriage and children. The broader and ultimate aim of the event is to promote the basic humanitarian values. Thank you and have a nice day. We thank our headmistress Srimati Ambali teacher for organizing this virtual assembly. And thank you everyone who contributed to the school assembly. And we can wind up this school assembly after the national anthem. So I would like to invite my friend Fatima Shifana for the national anthem. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष माघे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य